Good evening. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മളെ NCERT chapter number 9 ബയോമോളിക്യൂൾസിലെ NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് MCQ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് MCQ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് എലമെന്റൽ കോമ്പസിഷൻ, അതായത് ലിവിങ് ഓർഗാനിസംസിലെ എലമെന്റൽ കോമ്പസിഷൻ ഓരോ എലമെന്റ്സും ലിവിങ് ഹ്യൂമൻ ബീങ്സിൽ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസംസിൽ എത്രയുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് അത് ആരോട് കമ്പയർ ചെയ്തു? നമ്മുടെ നോൺ ലിവിങ് ഒബ്ജക്റ്റ് പോലത്തെ, അതായത് എർത്തിന്റെ ക്രസ്റ്റ് അങ്ങനെയുള്ള നോൺ ലിവിങ് ഒബ്ജക്ട്സിലുമായിട്ട് ഇതേ എലമെന്റൽ കോമ്പസിഷൻ എങ്ങനെ ഡിഫറെന്റ് ആവുന്നു എന്ന് കമ്പയർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചില കൺക്ലൂഷൻസ് ഉണ്ടാക്കി. ആൻഡ് നമുക്ക് മനസ്സിലായി ചില മേജർ എലമെന്റ്സ് ഇനാനിമേറ്റ് ഒബ്ജക്ട്സിലും അതേപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസിലും ഒരേപോലെ മെജോറിറ്റിയിൽ പ്രസന്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ്, ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ബേസിക്കലി എന്തറിയണം? നമുക്ക് അതായത് ഓരോ എലമെന്റും അല്ലെങ്കിൽ മേജർ എലമെന്റ്സ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനാനിമേറ്റിലും ആനിമേറ്റ് ഒബ്ജക്ട്സിലും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് ലിവിങ് ഓർഗാനിസംസ് ഹാവ് മോർ ഗോൾഡ് ഇൻ ദം ദാൻ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്, അതായത് ലിവിങ്ങിൽ കൂടുതൽ ഗോൾഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് രണ്ടാമത് തന്നിരിക്കുന്നത് വാട്ടറിന്റെ കമ്പാരിസൺ ആണ്, അതായത് ലിവിങ് ഓർഗാനിസമിൽ മോർ വാട്ടർ ആണ് ദാൻ ഇനാനിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, ലിവിങ്ങിലാണ് കാർബണും ഓക്സിജനും ഹൈഡ്രജനും പെർ യൂണിറ്റ് മാസ് എടുത്ത് നോക്കിയാൽ ലിവിങ്ങിലാണ് കൂടുതൽ ദാൻ ദി നോൺ ലിവിങ് ഒബ്ജക്ട്സ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താ, ലിവിങ് ഓർഗാനിസംസിനാണ് കൂടുതൽ കാൽഷ്യം ഉള്ളത് ദാൻ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മുടെ NCERT ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നമുക്ക് എന്തറിയണം? ഇനാനിമേറ്റ് ഒബ്ജക്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എർത്ത് ക്രസ്റ്റും ഹ്യൂമൻ ബോഡിയും തമ്മിൽ ഡിഫറെന്റ് എലമെന്റ്സിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫസ്റ്റ് എന്തറിയണം? ഹൈഡ്രജൻ എത്രയുണ്ട്? ഹൈഡ്രജൻ എർത്തിന്റെ ക്രസ്റ്റില് 0.14ഉം ഹ്യൂമൻ ബോഡിയിൽ 0.5 ആണുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ഏതിലാണ് കൂടുതൽ? ഹ്യൂമൻ ബോഡിയിൽ. ഇനി കാർബൺ എടുത്ത് നോക്കിയാൽ ഏതിലാണ് കൂടുതൽ? അതും ഹ്യൂമൻ ബോഡി തന്നെയാണ്. കാരണം 18.5 ഇൻ ഹ്യൂമൻ ബോഡി, 0.03 ആണ് എർത്തിന്റെ ക്രസ്റ്റിലുള്ളത്. ഇനി ഓക്സിജൻ എടുത്ത് നോക്കിയാൽ അതും അഗൈൻ ഹ്യൂമൻ ബോഡിയിലാണ്. പക്ഷെ നോൺ ലിവിങ്ങിലും അത്യാവശ്യം എമൗണ്ടിലുണ്ട്. അതായത് ബാക്കിയുള്ള കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ എർത്ത് ക്രസ്റ്റിൽ ഇതുവരെ കണ്ടതിൽ ഓക്സിജൻ ആണ്. സ്റ്റിൽ ഇറ്റ് ഇസ് ലെസർ ദാൻ ദാറ്റ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ ബോഡി. ഇനി കാൽഷ്യം എങ്ങനെയാണ്? കാൽഷ്യം എർത്തിന്റെ ക്രസ്റ്റിലാണ് കൂടുതൽ ദാൻ ഇൻ ഹ്യൂമൻ ബോഡി. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? അപ്പോ ഗോൾഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? എർത്തിന്റെ ക്രസ്റ്റിൽ ചെറിയ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് ഉണ്ടാവാം. പക്ഷെ ലിവിങ് ഓർഗാനിസംസിൽ എന്തില്ല? ഗോൾഡ് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റബിൾ എമൗണ്ടിൽ നമ്മൾ ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ അത് തെറ്റായി. ആൻഡ് ലിവിങ് ഓർഗാനിസംസിന് മോർ വാട്ടർ ഉണ്ടെന്നാണ് പറയുന്നത് ദാൻ ഇനാനിമേറ്റ്, അതും എങ്ങനെയായി? തെറ്റായി. ഇനി ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് എന്താണ്? ലിവിങ് ഓർഗാനിസംസിനാണ് കൂടുതൽ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ പെർ യൂണിറ്റ് മാസ് ഉള്ളത്. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ആൻഡ് ഡി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതെന്താണ് വന്നിരിക്കുന്നത്? ലിവിങ് ഓർഗാനിസംസിനാണ് മോർ കാൽഷ്യം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായി? അതും തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം എന്താ? കാൽഷ്യം നമ്മൾ ഇതിൽ കണ്ടത് ആർക്കാണ് കൂടുതൽ? എർത്തിന്റെ ക്രസ്റ്റിലാണ് കൂടുതൽ. അപ്പോ അതിന്റെ സൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസംസിനും നോൺ ലിവിങ് ഓർഗാനിസംസിനും, അതായത് നോൺ ലിവിങ് മാറ്ററിനും എങ്ങനെയാണ്? ദേ ആർ മെയ്ഡ് ഓഫ് ഓൾമോസ്റ്റ് സിമിലർ എലമെന്റ്സ് ആൻഡ് കോമ്പണൻസ്. എല്ലാം ഈക്വൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിമിലാരിറ്റി, മെജോറിറ്റി ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ സിമിലർ ആയിരിക്കാം. ആൻഡ് നമ്മൾ കുറെ അബണ്ടൻസ് നോക്കാൻ വേണ്ടി കുറെ റീസെർച്ചസും ബാക്കിയുള്ള കാര്യങ്ങളും പെർഫോം ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എർത്ത് ക്രസ്റ്റിനെ കാട്ടിയും നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പറയുന്ന 3 മേജർ എലമെന്റ്സും നമ്മുടെ ലിവിങ് ഓർഗാനിസംസിനാണ് കൂടുതൽ. ബാക്കിയുള്ളത് എങ്ങനെയാണ്? ബാക്കിയുള്ളതൊക്കെ ഏതിലാണ്? മോർ ഇൻ എർത്ത് ക്രസ്റ്റ് ദാൻ കമ്പയർഡ് ടു ലിവിങ് മാറ്റർ. ലിവിങ് മാറ്ററിനെ കാട്ടിയും നമുക്ക് എവിടെ തന്നെയാണ് കാണുന്നത്? നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ തന്നെയാണ് കാണുന്നത്. ഇനി അതിന്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ഓപ്ഷൻ ആൻസർ വരുന്നത് സി. ഇനി
സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? മെനി എലമെന്റ്സ് ആർ ഫൗണ്ട് ഇൻ ലിവിംഗ് ഓർഗാനിസംസ് either ഫ്രീ അല്ലെങ്കിൽ ഫോം ഓഫ് കമ്പൗണ്ട്സ്, അതായത് കമ്പൗണ്ട് ആയിട്ട് വേറെ പല എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത ഫോമിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള എലമെന്റ്സ് ആയിട്ട് നമുക്ക് ലിവിംഗ് ഓർഗാനിസംസിൽ കാണാൻ പറ്റും. ആൻഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ, അതായത് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ഇനി ഏതില്? ഇൻ ലിവിംഗ് ഓർഗാനിസംസിന് കാണാത്തത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് എന്താ? സിലിക്കൺ. ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് മാഗ്നീഷ്യം. ഓപ്ഷൻ സി എന്താണ്? അയറൺ. ആൻഡ് ഓപ്ഷൻ ഡി സോഡിയം. ഇനി ഇതിൽ ഏതാണ് നോട്ട് ഫൗണ്ട് ഇൻ ലിവിംഗ് ഓർഗാനിസം? അപ്പൊ നമുക്കറിയാം എന്ത്? സിലിക്കൺ എങ്ങനെ ലിവിംഗ് ഓർഗാനിസമിൽ നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് അത് മോർ ഇൻ എർത്ത് ക്രസ്റ്റിലാണ്. എർത്തിന്റെ ക്രസ്റ്റിൽ മെജോറിറ്റി എലമെന്റിൽ ഒന്നാണ് എന്ത്? സിലിക്കൺ. ആൻഡ് ഇറ്റ് ഇസ് ആബ്സെന്റ് ഇൻ ലിവിംഗ് ഓർഗാനിസംസ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ വരും. ഇനി ബാക്കിയുള്ള എലിമെന്റ്സ് നോക്കുകയാണെങ്കിൽ മാഗ്നീഷ്യം നമുക്കറിയാം നമ്മുടെ സെല്ലിൽ തന്നെ ഒരുപാട് മാഗ്നീഷ്യത്തിന്റെ ആവശ്യമുണ്ട്. അതായത് മേജർ എൻസൈംസിന്റെ കാറ്റലിസ്റ്റ് ആയിട്ടും അതിന്റെ കോ ഫാക്ടർ ആയിട്ടും ആര് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നീഷ്യം ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അയണും നമുക്കറിയാം എന്താണ്? ഹീമോഗ്ലോബിനിൽ കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ബോഡിന്റെ ഫംഗ്ഷന് വേണ്ട ഒരു മെയിൻ എലമെന്റ് ആണ് അയൺ. ഇനി അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വേറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ലിവിംഗ് ഓർഗാനിസംസിൽ അത് ഉണ്ടെന്ന് ഒരു ബേസിക് ലോജിക് വെച്ച് പറയാൻ പറ്റും. ഇനി സോഡിയം നോക്കിയാലും എങ്ങനെയാണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് നോക്കിയാൽ അതിൽ ഏറ്റവും മേജർ ആയിട്ട് കാണുന്ന എലമെന്റ് ആണ് സോഡിയം. ആൻഡ് നമുക്കറിയാം മസിൽസിന്റെ കോൺട്രാക്ഷനും കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം? സോഡിയം വേണം. ആൻഡ് ന്യൂറോ മസ്കുലർ ജംഗ്ഷന് ത്രൂ ആയിട്ട് നമ്മുടെ സിഗ്നലിംഗ് ഒക്കെ നടത്താൻ ആര് വേണം? നമ്മുടെ സോഡിയം വേണം. അപ്പോ ഈ ചാപ്റ്റർ അറിയാത്ത ഒരാൾക്ക് പോലും ഈ ആൻസർ എഴുതാം. എങ്ങനെ? ബേസിക് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുന്നു. ഇനി അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെ? മാഗ്നീഷ്യം നമ്മുടെ ലിവിംഗ് ഓർഗാനിസംസിലുള്ള ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ്. കാരണം എന്താണ്? ATP, അതായത് നമ്മുടെ ബോഡിയിൽ എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കറൻസി ഓഫ് എനർജി എന്ന് പറയുന്ന ATP എങ്ങനെയാണ്? ആക്റ്റീവ് ഫോമില് ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി ബൈൻഡിങ് വിത്ത് മാഗ്നീഷ്യം അയൺ. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ മാഗ്നീഷ്യം അയൺ ഇസ് അത്രയും ഇമ്പോർട്ടൻറ്റ്. ഇനി ഓൾസോ ബാക്കിയുള്ള കുറെ എൻസൈംസിന് വിച്ച് റിക്വയർസ് മാഗ്നീഷ്യം അയൺ ഫോർ ദർ ഫംഗ്ഷൻ. മറ്റേ മിനറൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു മാഗ്നീഷ്യം അയൺ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ് ആണെന്നുള്ളത്. ഇനി മാഗ്നീഷ്യം അയൺ ATPയിലുണ്ട്, എൻസൈംസിന് ആവശ്യമുണ്ട്, പിന്നെ അങ്ങനെ മേജർ ഫങ്ഷൻസിനൊക്കെ ആവശ്യമുണ്ട്. ഇനി അയൺ എടുത്ത് നോക്കിയാൽ അതും ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. ആൻഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ആയാലും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആയാലും DNA സിന്തസിസ് ആയാലും ഒക്കെ എന്ത് വേണം? നമ്മുടെ അതായത് ഹീമോഗ്ലോബിൻ, RBCയിൽ കാണുന്ന ഹീമോഗ്ലോബിൻ ആയാലും നമ്മൾ അതിൽ അയൺ കാണാൻ പറ്റും. ഇനി സോഡിയം അതേപോലെ തന്നെ എങ്ങനെയാണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡിലൊരു പ്രൈമറി അയൺ ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബ്ലഡ് പ്രഷർ. നമുക്കറിയാം സോൾട്ട് കണ്ടെയ്നിങ് സോഡിയം നമ്മൾ ഒരുപാട് കഴിച്ചാൽ നമുക്ക് BP കൂടുന്ന അറിയും. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നമുക്ക് ഏതിന്റെ ആവശ്യമുണ്ട്? നമ്മുടെ സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ ആവശ്യമുണ്ട്. ഇനി നമ്മുടെ നെർവ് ആക്ഷന്റെ കാര്യം വന്നപ്പോൾ അവിടെ സിഗ്നലിങ്ങിന് ആരുണ്ട്? നമ്മുടെ സോഡിയം എലമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിലിക്കോൺ എങ്ങനെയാണ്? ലിവിംഗ് ഓർഗാനിസംസിൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ ആബ്സെന്റ് ആയിരിക്കുന്ന ഏതാന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം സിലിക്കോൺ ആണ് ലിവിംഗ് ഓർഗാനിസംസിൽ കാണാൻ പറ്റാത്ത എലമെന്റ്സ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സിലിക്കോണിന്റെ കോമ്പോസിഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. സിലിക്കൺ എത്രയാണ്? നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ സിലിക്കൺ അറൌണ്ട് 27.7% ആണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ അത് നെഗ്ലിജിബിൾ ആണ്. അപ്പൊ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ആബ്സെന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമിനോ ആസിഡ്സ് ഹാവ് ബോത്ത് an amino group and a carboxyl group in their structure. Which one of the following is an amino acid? അപ്പോ അമിനോ ആസിഡില് എന്തുണ്ട് നമുക്കറിയാം. അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ തന്നെ എങ്ങനെയാണ്? ഒരു കാർബൺ ഉണ്ട്, അതിൽ ഒരു അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ എന്ത് അറ്റാച്ച് ചെയ്യുന്ന ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ടാവും. ഇനി ബാക്കിയുള്ളത് ഏത് വേണമെങ്കിലും ആവാം.
ബാക്കിയുള്ള ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇനി ബാക്കിയുള്ള 4th വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ ഏത് ഗ്രൂപ്പിന് വേണമെങ്കിലും വരാം. അതിൽ ഏറ്റവും ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ അമിനോ ആസിഡ്, അതായത് ഈ 3 ഗ്രൂപ്പ്സും മാൻഡേറ്ററി ആണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ എച്ച് കൊണ്ടിടുമ്പോൾ ഇതെന്തായി, ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആയി. ഇനി ഈ മോസ്റ്റ് സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, അതായത് അമിനോ ആസിഡിന്റെ ചെയിൻ വരച്ച് തുടങ്ങുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ അതിന് എന്ത് പേരിട്ടു, അതായത് 4th വാലൻസ് വിത്ത് ഹൈഡ്രജൻ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്തെന്ന് വിളിച്ചു, ഗ്ലൈസീൻ. അപ്പോ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, വാലൻസി ആരൊക്കെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആൻഡ് ഏറ്റവും മോസ്റ്റ് അമിനോ ആസിഡ് ഗ്ലൈസീൻ ആണെന്നും ഇത്രയും നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ട് ഓൾറെഡി ചാപ്റ്റർ പഠിക്കുന്നതിന്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതില് ഏതാണ് അമിനോ ആസിഡ്. അപ്പൊ നമുക്കിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഗ്ലൈസീൻ എന്താണ് മോസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു അമിനോ ആസിഡ് ആണ്, കണ്ടെയ്നിങ് ബോത്ത് അമിനോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്. അപ്പോ ഇതിൽ ആ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആൻസർ എന്ത് വരും, ഓപ്ഷൻ ഡി വരും. ഇനി ഫോർമിക് ആസിഡ് എടുത്തു നോക്കിയാൽ നമുക്കറിയാം എന്താണ്, അതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. കാരണം എന്താ, അത് HCOOH ആണ്. അപ്പൊ അതെന്താ, അത് അമിനോ ആസിഡ് അല്ല, കാർബോക്സിലിക് ആസിഡ് മാത്രമാണ്. ആൻഡ് ഈ ഫോർമിക് ആസിഡിന് NH2 അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് എങ്ങനെയാണ്, ആബ്സെന്റും കൂടെയാണ്. അപ്പൊ അതെങ്ങനെയാണ്, അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അമിനോ ആസിഡ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എന്താ, ഗ്ലിസറോൾ. ഗ്ലിസറോൾ എന്താണ്, ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഒരു ഫാറ്റി ആസിഡ് ആണ്. അതും എന്തല്ല, നമ്മുടെ കാർബോക്സിലിക്, അതായത് നമ്മുടെ അമിനോ ആസിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഗ്ലൈക്കോളിക് ആസിഡും എന്താണ്, അതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ആൻഡ് അതും ഗ്ലൈക്കോളിക് ആസിഡും എന്തല്ല, അമിനോ ആസിഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആൻസർ ഗ്ലൈസീൻ ആണെന്ന് കിട്ടി. ഇനി ഫോർമിക് ആസിഡ് നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ്, നമ്മുടെ കാർബോക്സിലിക് ആസിഡ് ആണ്. അതായത് ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എച്ചും കൂടി ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ ഫോർമിക് ആസിഡ് നമുക്ക് കിട്ടി. ഇനി ഗ്ലിസറോൾ ആണ് അടുത്ത ഓപ്ഷൻ തന്നിരുന്നത്. ഗ്ലിസറോൾ എന്താണ്, ഒരു ഫാറ്റി ആസിഡ് ആണ്. ആൻഡ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും, CH2OH CHOH CH2OH. ഇതാണ് ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ. ഇനി തേർഡ് തന്നിരിക്കുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആയിരുന്നു. അത് നമ്മൾ എന്ത് പറഞ്ഞു, അമിനോ ആസിഡ് അല്ല, അതൊരു കാർബോക്സിലിക് ആസിഡ് ആണ് എന്നുള്ളത്. ഇനി അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയായിരിക്കും, ഒരു COOH ഉണ്ട്, അതായത് ഒരു കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു സിയും അതിന്റെ കൂടെ ഒരു OHും കൂടി, അതായത് ഇവിടെ ഒരു സിന്റെ കൂടെ എന്താ ബാക്കിയുള്ളത് H കൊണ്ട് ഫില്ല് ചെയ്യുക. അപ്പൊ ഇതെന്ത് വരും, CH2OH COOH. അപ്പൊ 2 ബേസിക് കാർബൺ ആൻഡ് അതിലൊന്ന് കാർബോക്സിലിക് ആസിഡ്, മറ്റേ സെക്കൻഡ് കാർബണിൽ ഏതുണ്ട്, നമ്മുടെ ഹൈഡ്രോക്സിലിക് ആസിഡ് ഉണ്ട്. അപ്പൊ CH2OH COOH ആണ് ആര്, നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് തന്നെയാണ് ഇത് എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേ ഉള്ളൂ. അപ്പോ ഇതിലേതാണ് അമിനോ ആസിഡ്, ഇതാണ് നമ്മുടെ അമിനോ ആസിഡ്. അപ്പോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഇനി സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീൻ ഇവിടെ വെറുതെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഗ്ലൈസീനിൽ കാർബണില് ബേസിക് ഒരു അമിനോ ആസിഡിന് വേണ്ട എല്ലാ സാധനങ്ങളും ആദ്യം കൊണ്ട് ഫില്ല് ചെയ്തു. അമിനോ ഗ്രൂപ്പ് വന്നു, കാർബോക്സിൽ ഗ്രൂപ്പ് വന്നു, ഒരു H വന്നു, ആൻഡ് ബാക്കിയുള്ളത് ഒരു H വെച്ച് സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെ നമുക്ക് ഗ്ലൈസീൻ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താണ്, an amino acid under certain condition has both positive and negative charges simultaneously in the same molecule. Such a form of amino acid is called. അതായത് ചില സമയം അമിനോ ആസിഡിന് നെറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. കാരണം എന്താണ്, അതിൽ അമോണിയം അയൺ ഉള്ളതുകൊണ്ട്. ആൻഡ് ചില സമയം അത് നെഗറ്റീവ് ചാർജസ് മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ അത് ടോട്ടലി ആ അമിനോ ആസിഡിനെ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറയും. കാരണം എന്താ, COO- ഉള്ളതുകൊണ്ട്. COHല് ഒരു H പ്ലസ് കൊടുത്തോണ്ട് COO- ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെങ്കിൽ ആസിഡിക് നേച്ചർ എന്നുള്ള സാധനം വിളിക്കും. ഇനി ഈ രണ്ടും പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ടെങ്കിൽ ആ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അസിഡിക് ഫോം എന്ന് വിളിക്കോ, ബേസിക് ഫോം എന്ന് വിളിക്കോ, അരോമാറ്റിക് ഫോം എന്ന് വിളിക്കോ, സ്വിറ്റർ അയണിക് ഫോം എന്ന് വിളിക്കോ. അപ്പോ ഫോർത്ത്
ഫോർത്ത് ക്വസ്റ്റ്യനിൽ അപ്പോ മെയിൻ നമ്മളൊരു ആക്വസ് സൊല്യൂഷൻ എടുക്കുക, അതായത് വാട്ടർ കണ്ടെയ്നിങ്, അതായത് ഒരു പോളാർ ഒരു സൊല്യൂഷൻ പോലെ എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എന്തിട്ടു, നമ്മൾ അതിലേക്ക് ഒരു അമിനോ ആസിഡ് ഇടുകയെന്ന് വിചാരിക്കാം. അമിനോ ആസിഡ് ഇടുമ്പോൾ അതിന് എന്ത് പറ്റും, ഒരു എച്ച്, ഒരു COH, ഒരു NH2 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ ഫോമിനെ നമുക്ക് 3 ഫോമായിട്ട് എഴുതാൻ പറ്റും, വിച്ച് അഡ്ജസ്റ്റ് ഇക്വിലിബ്രിയം. അതായത് സെയിം സാധനത്തിനെ തന്നെ നമുക്ക് 3 ഫോമിൽ എഴുതാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റ് സ്ട്രക്ചറിൽ നമ്മുടെ NH2ലേക്ക് ഒരു H+ ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് വന്നു, NH3+ ആയി. ഇനി സെക്കൻഡ് നമ്മൾ എഴുതിയിരിക്കുന്നതില് എന്ത്, അതായത് ബോത്ത് പോസിറ്റീവും നെഗറ്റീവ് ചാർജും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, COH എന്നൊരു H+ കൊടുക്കുക. അപ്പൊ അത് COO- ആയി, COO- ആയി. ഇനി ഇതേപോലെ ഇപ്പുറത്തെ ഫസ്റ്റിൽ ചെയ്ത പോലെ NH2 ഒരു H+ കിട്ടുമ്പോൾ എങ്ങനെ, NH3+ ആയി. ഇനി തേർഡ് ഫോമിൽ എങ്ങനെയാണ്, ഫസ്റ്റ് ജസ്റ്റ് പോസിറ്റീവ്ലി ചാർജ് ഉള്ള രീതിയിലായിരുന്നു, ഇതെങ്ങനെയാണ് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഫോമിലാണ്. ഇനി തേർഡ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ, നെഗറ്റീവ്ലി ചാർജ്. നെഗറ്റീവ്ലി ചാർജിലാണെങ്കിൽ ഈ H+ കളയുക, എന്താ അവിടെ ഒരു COO- ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ്. ഇനി ഈ പോസിറ്റീവ്ലി ചാർജ്ഡിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുക, നമ്മള് ബേസിക് എന്നുള്ള രീതിയിലാണ് വിളിക്കുക. ആൻഡ് ഈ നെഗറ്റീവ്ലി ചാർജിനെ നമ്മൾ അസിഡിക് ഫോം എന്ന് പറഞ്ഞ് വിളിക്കും. ഇനി ഈ ന്യൂട്രൽ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ടെയ്നിങ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയൺ. അതിന് നമ്മൾ എന്തെന്ന് വിളിച്ചു, സ്വിറ്റർ അയൺ. സ്വിറ്റർ അയൺ എങ്ങനെയാണ്, ന്യൂട്രൽ ആണ്, പക്ഷെ അതിന് ന്യൂട്രൽ ആണെന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് ചാർജ് ലെസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ട്, അത് രണ്ടും ഈക്വൽ എമൗണ്ടിലായതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് ന്യൂട്രൽ ആയി പോയതാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചോളാം. ഇനി നമ്മുടെ ഇവിടെ സ്വിറ്റർ അയോണിൽ എന്താണ് ആക്ച്വലി സംഭവിച്ചത്, നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പിന്റെ ഒരു പ്രോട്ടോൺ നഷ്ടപ്പെടുകയാണ്, ആൻഡ് ഇവിടുത്തെ അമിനോ ഗ്രൂപ്പ് ഒരു പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ നമുക്കൊരു ഡൈപോളാർ അയൺ കിട്ടുന്നു. അതിനെ നമ്മൾ സ്വിറ്റർ അയോൺ എന്ന് വിളിച്ചു, വിച്ച് ഇസ് ന്യൂട്രൽ ബട്ട് കണ്ടെയ്നിങ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. അപ്പോ ഇതിന് ആൻസർ എന്ത് വരും, പോസിറ്റീവും നെഗറ്റീവും ചാർജ് സൈമൾട്ടേനിയസ്ലി വന്നാൽ നമ്മൾ അതിനെ സ്വിറ്റർ അയണിക് ഫോം എന്ന് വിളിക്കും. അസിഡിക് ഫോം എപ്പോഴാണ് വിളിക്കുന്നത് നമുക്കറിയാം, എപ്പോഴും നെഗറ്റീവ്ലി ചാർജ് വരുമ്പോഴാണ്. നെറ്റ് നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അസിഡിക് എന്ന് വിളിച്ചു, നെറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ബേസിക് എന്ന് വിളിച്ചു. പിന്നെ അരോമാറ്റിക് ഫോം അത് വേറെ തന്നെയാണ്, എങ്ങനെയായാലും സൈക്കിളൊക്കെ വരക്കണം. അപ്പൊ അത് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇനി അതിന്റെ സൊല്യൂഷൻ തന്നിരിക്കുന്നത് ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഡി, സ്വിറ്റർ അയണിക് ഫോം. അപ്പൊ ന്യൂട്രൽ സൊല്യൂഷൻ എടുത്തിട്ട് എന്താണ്, ഒരു അമിനോ ആസിഡ് എങ്ങനെയായിരിക്കും ഒരു ഡൈപോളാർ അയണിന്റെ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യും, കണ്ടെയ്നിങ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയണിക് ഗ്രൂപ്പ്സ്. അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്വിറ്റർ അയണിക് ഫോം. ഇനി ആ സൊല്യൂഷന്റെ pH മാറുന്നതിനനുസരിച്ച് നമ്മുടെ അമിനോ ആസിഡിന്റെ ചാർജും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ വേരിയബിൾ ആണ്. ഇനി ഒരു അസിഡിക് സൊല്യൂഷനിലാണെങ്കിൽ, അതായത് അസിഡിക് സൊല്യൂഷൻ എന്ന് നമുക്കറിയാം ലോ pH എന്നാണ് പറയാം, 1 to 7. അപ്പൊ 1 to 7 ലോ pH അല്ലെങ്കിൽ അസിഡിക് സൊല്യൂഷന്റെ അമിനോ ആസിഡ് എന്ത് ചെയ്യും, ലോ pH നമുക്കറിയാം ഇഷ്ടം പോലെ H+ അവൈലബിൾ ആണ് ആ സൊല്യൂഷനിൽ. അപ്പൊ നമ്മുടെ അമിനോ ആസിഡ് ഒരു H+ അക്സെപ്റ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്ത് അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇനി ആൽക്കലൈൻ സൊല്യൂഷൻ ആണിത്. ആൽക്കലൈൻ സൊല്യൂഷനിലാണെങ്കിൽ, അതായത് ഹൈ pH ആണെങ്കിൽ അമിനോ ആസിഡ് ഡൊണേറ്റ് ചെയ്യും H+ ഇൻടു ദി മീഡിയം, ആൻഡ് അങ്ങനെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇനി സ്വിറ്റർ അയൺ ഫോം ആണെങ്കിൽ, അതായത് ദ pH അറ്റ് വിച്ച്, അതായത് ഒരു അമിനോ ആസിഡിന് ഈക്വൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വന്നു, അതായത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയി എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, അങ്ങനെയുള്ള pH-നെ നമ്മൾ സ്വിറ്റർ അയൺ ഫോമിൽ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്ന pH-നെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഐസോ ഇലക്ട്രിക് pH എന്ന് വിളിച്ചു. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് സ്വിറ്റർ അയണിക് ഫോമിനെ പറ്റി അറിഞ്ഞിരിക്കാം. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, അമിനോ ആസിഡിന്റെ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ഏത് സൊല്യൂഷനാണ് ആവുന്നത്, ഏത് സൊല്യൂഷനാണ്, അസിഡിക് സൊല്യൂഷനാണ് പോസിറ്റീവ് ചാർജ് ആവുക, ആൻഡ് ആൽക്കലൈൻ സൊല്യൂഷനിലാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവാം. അപ്പോ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി.
ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ, sugars are technically called carbohydrates, referring to the fact that their formulae are only multiple of CH2O. And head sources, therefore, they have, അതായത് ഹെഡ് സോഴ്സസിന് എത്ര 6 കാർബൺസ് ഉണ്ട് ആൻഡ് 12 ഹൈഡ്രജൻസ് ഉണ്ട് ആൻഡ് 6 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ആൻഡ് നമ്മൾ ഗ്ലൂക്കോസ് എന്തെന്ന് പറയുന്നുണ്ട്, ഒരു ഹെക്സോസ് ആണ് നമ്മൾ പറഞ്ഞിട്ട്. ചൂസ് among the following another hexose. അപ്പോൾ വേറൊരു ഹെക്സോസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത് among the following options. അപ്പോൾ ഓപ്ഷൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫ്രക്ടോസ് ഉണ്ട്, എറിത്രോസ് ഉണ്ട്, റിബിലോസ് ഉണ്ട് ആൻഡ് റൈബോസ് ഉണ്ട്. അപ്പോൾ CH2Oന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തെന്നാണ് വിളിക്കുക? നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിച്ചു. അപ്പൊ അതിന്റെ ജനറൽ ഫോർമുല CH2O എത്ര തവണയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ അതേപോലെ ഇവിടെ ചോദിച്ചിരുന്ന ഹെക്സോസ് ആണെങ്കിൽ 6 കാർബൺ വേണം, 12 ഹൈഡ്രജൻ വേണം ആൻഡ് 6 ഓക്സിജൻ വേണം. അപ്പോ ഹെക്സോസിന്റെ മെയിൻ എക്സാമ്പിൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഗ്ലൂക്കോസ് ഒരു ഹെക്സോസ് ആണെന്നറിയാം. അതേപോലെ തന്നെ ഫ്രക്ടോസും ഒരു ഹെക്സോസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ആൻസർ ഫ്രക്ടോസ് വരും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഫ്രക്ടോസ്. കാരണം ഹെക്സോസിന്റെ മെയിൻ എക്സാമ്പിൾ ചോദിച്ചാൽ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് എന്നാണ്. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ എത്ര കാർബൺസ് ഉണ്ട് ഒരു ഷുഗറിൽ, നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? നമുക്ക് പല രീതിയിലുള്ള, അതായത് എണ്ണം വെച്ച് നമുക്ക് ഷുഗറിന്റെ പേര് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ജനറലി നമ്മൾ വിളിക്കുന്നത് എന്താ? 3 കാർബൺസ് ഉള്ള ഷുഗറിനെ ട്രയോസ് ഷുഗർ എന്ന് വിളിച്ചു. 4 കാർബൺ ആണെങ്കിൽ ടെട്രോസ് എന്ന് വിളിച്ചു. 5 കാർബൺ ആണെങ്കിൽ പെന്റോസ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സോസ്. ഇനി ഫ്രക്ടോസിന് എങ്ങനെയാണ്? C6 ആണ് വരുന്നത്, അതായത് 6 കാർബൺ ആണ് ഉള്ളത്. ഇനി അവരുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ആൻഡ് അതിന്റെ ഫോർമുല C6H12O6. ഇനി അടുത്ത ഓപ്ഷന് തന്നിരുന്നത് എറിത്രോസ് ആയിരുന്നു. എറിത്രോസ് എങ്ങനെയാണ്? 4 കാർബൺ ആണ് എറിത്രോസിനുള്ളത്. അപ്പൊ 4 കാർബൺ ഷുഗർ ആണ്. ആൻഡ് അതിന്റെ കെമിക്കൽ ഫോർമുല അപ്പൊ എന്ത് വരും? C4H8O4. ഇനി റിബ്യുലോസ് എങ്ങനെയാണ്? ഒരു പെന്റോസ് ഷുഗർ ആണ്, അതായത് 5 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഷുഗർ ആണ് റിബ്യുലോസ്. ഇനി അതിന്റെ ഫോർമുല എന്താ? നമുക്ക് ആ ജനറൽ ഫോർമുല വെച്ച് 5 കാർബൺ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതിന്റെ ഫങ്ഷണൽ റിബ്യുലോസിന്റെ കീറ്റോൺ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. ഇനി ഇതേപോലെ തന്നെ 5 കാർബൺ ഉള്ള പെന്റോസ് ഷുഗർ, പക്ഷെ അതിന് ആൽഡിഹൈഡ് ആസ് എ ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ, ജസ്റ്റ് ലൈക്ക് നമുക്കറിയാം ഹെക്സോസിസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. പക്ഷെ ഗ്ലൂക്കോസിന് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, പക്ഷെ ഫ്രക്ടോസിൽ കീറ്റോൺ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അതേപോലെ തന്നെ 5 കാർബൺ വെച്ച് ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ റൈബോസ് എന്ന് പറഞ്ഞു, ആൻഡ് കീറ്റോൺ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നാൽ റിബ്യുലോസ് എന്ന് പറഞ്ഞു. തെറ്റിപ്പോയത്, റൈബോസിന് ആൽഡിഹൈഡും റിബ്യുലോസിന് കീറ്റോണും ആണെന്നുള്ള കാര്യം. അപ്പൊ അഗെയിൻ എന്തായി? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫ്രക്ടോസ് തന്നെയാണ്. പക്ഷെ ഫ്രക്ടോസിന് ഗ്ലൂക്കോസിന്റെ ഡിഫറൻസ് എന്താണ്? ഫങ്ഷണൽ ഗ്രൂപ്പില് ഇവിടെ ഫ്രക്ടോസിന് കീറ്റോൺ ആണ്. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, when you take cells or tissue pieces and grind them with an acid in a mortar and the pestle, all the small biomolecules dissolve in the acid. Proteins, polysaccharides and nucleic acids എങ്ങനെയാണ്? ഇൻസോൾയുബിൾ ആണ് മിനറൽ ആസിഡില്. അതുകൊണ്ട് തന്നെ അതെങ്ങനെയായിട്ട് വരും? നമ്മൾ ആസിഡില് അരച്ചരച്ചെടുക്കാൻ നോക്കുമ്പോൾ അത് precipitate ചെയ്ത് വരും. ആൻഡ് ദ ആസിഡ് സോൾയുബിൾ കമ്പൗണ്ട്സ് ഇൻക്ലൂഡ് തന്നിരിക്കുന്നത് എന്താ? നമ്മുടെ അമിനോ ആസിഡ്, ന്യൂക്ലിയോസൈഡ്, സ്മോൾ ഷുഗേഴ്സ് ഒക്കെയാണ്. ഇനി നമ്മുടെ ന്യൂക്ലിയോസൈഡിന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ അതിന് വേറൊരു ആസിഡ് സോൾയുബിൾ മോളിക്യൂൾ ആയിട്ട് നമുക്ക് കിട്ടും. അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഒരു ന്യൂക്ലിയോസൈഡ്. നമുക്കറിയാം ഒരു നൈട്രജൻ ബേസിന് എടുത്തു ആൻഡ് ഈ നൈട്രജൻ ബേസിനുണ്ട്. ന്യൂക്ലിയോസൈഡ് എന്തായിരുന്നു? ഒരു നൈട്രജൻ ബേസ് എടുത്തു, ആ നൈട്രജൻ ബേസിനോട് ഒരു ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂക്ലിയോസൈഡ് കിട്ടി. ഇനി ന്യൂക്ലിയോടൈഡ് എങ്ങനെയാണ്? ഈ ന്യൂക്ലിയോസൈഡിലേക്ക്, അതായത് ഓൾറെഡി നൈട്രജൻ ബേസും ഷുഗർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ആണ് ന്യൂക്ലിയോടൈഡ്. ഇത് ബേസിക് ആയിട്ടുള്ള എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ന്യൂക്ലിയോടൈഡ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്, ബി അല്ല. ഇനി നൈട്രോജീനസ് ബേസ് എന്താണ്? നമുക്കറിയാം 2 രീതിയിലുണ്ട്, പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ ആയിട്ട്. പ്യൂരിന് ഒരൊറ്റ സൈക്കിളേ കാണുള്ളൂ, പിരിമിഡിന് 2 സൈക്കിൾ ഉണ്ടാവും. ഇനി ഈ നൈട്രോജീനസ് ബേസിന്
നൈട്രജനസ് ബേസിസിൽ എന്താ പ്യൂരിനും പിരിമിഡിനും ഉണ്ട്. പ്യൂരിനില് അഗെയിൻ അഡിനിൻ ആൻഡ് ഗ്വാനിൻ വന്നു. ആൻഡ് പിരിമിഡിനില് എന്ത് വന്നു? തൈമിൻ, യൂറാസിൽ ആൻഡ് സൈറ്റോസിൻ വന്നപ്പോ പിരിമിഡിനായി. ഇതും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണായിരുന്നു. പ്യൂരിനിൽ ആരൊക്കെ ഉണ്ട്, പിരിമിഡിനിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ഇനി ന്യൂക്ലിയോസൈഡ് എന്താണ്? നൈട്രജീനസ് ബേസ് എടുത്തു, അതിനെ നമ്മൾ പെന്റോ ഷുഗർ ആയിട്ട് കമ്പൈൻ ചെയ്തു. അതായത് പെന്റോ ഷുഗർ നമ്മൾ ഇച്ചിരി കൊണ്ട് റൈബോസ് അല്ലെങ്കിൽ ഡിയോക്സി റൈബോസ്. ഇനി ന്യൂക്ലിയോസൈഡിന് എന്തില്ല? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആബ്സെന്റ് ആണ്. അതായത് ന്യൂക്ലിയോസൈഡിന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല. ഇനി രണ്ടാമത്തെ എന്താണ്? ന്യൂക്ലിയോടൈഡ്. അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ന്യൂക്ലിയോസൈഡിനോട് ആഡ് ചെയ്യുക. ആൻഡ് ആ ബോണ്ട് എന്തായിരിക്കും? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. ആൻഡ് ന്യൂക്ലിയോസൈഡിലെ 3 കോമ്പണൻസ് എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു? ബേസ്, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഇതാണ് എന്തിന്റെ സ്ട്രക്ചർ? ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ. ഇനി ഷുഗർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബാക്ക് ബോൺ ആണ്. പോളി ന്യൂക്ലിയോടൈഡ്സ് എന്ന് വെച്ചാൽ DNA അല്ലെങ്കിൽ RNA കാണുന്ന ബാക്ക് ബോണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷുഗർ ഫോസ്ഫേറ്റ്. അതായത് ഷുഗറും ഫോസ്ഫേറ്റും കൂടിയാണ് ഇങ്ങനെ ബാക്ക് ബോൺ ഫോം ചെയ്യുന്ന എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട് NCERT ചാപ്റ്റർ. ഇനി ഇത്രയാണ് അതിന്റെ ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിന്റെ ആൻസർ എന്തെന്നെയാവും? ന്യൂക്ലിയോടൈഡ്സ്. ഇനി 7th question. When we homogenize any tissue in acid, the acid soluble pool represents എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻസ് എന്താ? സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ് ആൻഡ് മൈറ്റോകോൺഡ്രിയ. എന്താ? നമുക്കറിയാം, നമ്മൾ ഏതൊരു ടിഷ്യൂവും ആസിഡിൽ ഹോമോജനൈസ് ചെയ്യാൻ നോക്കിയാൽ ആ മേജർ പൂള് അല്ലെങ്കിൽ ആസിഡ് പൂള് എന്താണെന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ സൈറ്റോപ്ലാസം ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താ? നമ്മുടെ ആസിഡ് സോല്യൂബിൾ പൂളിന്റെയും സൈറ്റോപ്ലാസത്തിന്റെയും കോമ്പോസിഷൻ ഏതാണ്ട് സിമിലർ ആണ്. ആൻഡ് നമ്മുടെ 18 to 800 ഡാൽട്ടൺ വരെയുള്ള ബയോമോളിക്യൂൾസ് ഇത്രയും അതായത് ഇത്രയും മോളിക്കുലർ വെയിറ്റ് ഉള്ളത് എടുത്തു നോക്കിയാൽ അത് ആസിഡ് സോൾബിൾ ഫ്രാക്ഷനിൽ കാണാൻ പറ്റും. ജസ്റ്റ് വിത്ത് വൺ എക്സെപ്ഷൻ, എന്ത്? നമ്മുടെ ലിപ്പിഡ്സ്. അതായത് ഇത്രയും ഇതിനിടയിലാണ് മോളിക്കുലർ വെയിറ്റ് ഉള്ളത്, സ്റ്റിൽ അവര് ആസിഡ് സോൾബിൾ പൂളല്ല. ഇനി ബാക്കിയുള്ളത്, അതിന് കൂടുതൽ ഉള്ളതിനെ നമ്മൾ ഏതിലാന്ന് വിളിക്കുന്നത്? നമ്മൾ ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ ആണ് കണക്കാക്കുന്നത്. ഇനി അതായത് മാക്രോ മോളിക്യൂൾസ് ഫ്രം ദി സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനൽസ്, അത് ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആസിഡ് സോളിബിൾ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ ഹോമോജിനൈസ് എന്ന് വെച്ചാൽ, ഹോമോജിനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബയോളജിക്കൽ സാമ്പിൾ എടുത്തിട്ട് അതിനെ നന്നായിട്ട് അരച്ച് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇറ്റ് ഇസ് ബ്രോഡ് ടു സച്ച് എ സ്റ്റേറ്റ് സച്ച് ദാറ്റ് അതിലെ എല്ലാ സാമ്പിളിന്റെ ഫ്രാക്ഷനും ഇസ് ഈക്വൽ ഇൻ കോമ്പോസിഷൻ. അതായത് അത്രയും ഹോമോജനൈസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ amount ഒരേപോലെ ആക്കിയെടുക്കുന്ന രീതിയിൽ നമ്മൾ ഒരു പ്രോസസ് അണ്ടർഗോ ചെയ്യിപ്പിക്കാം. ഇനി പിന്നെ ആൻസർ എന്ത് വരും? ഈ ക്വസ്റ്റ്യൻ ആൻസർ സൈറ്റോപ്ലാസം ആയിരിക്കും നമ്മുടെ ആസിഡ് സോൾയുബിൾ പൂള് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. The most abundant component in living organisms is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഓപ്ഷൻസ് എന്താ? പ്രോട്ടീൻ, വാട്ടർ, ഷുഗർ, ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ലിവിങ് ഓർഗാനിസമില് നമ്മള് കോൺസ്റ്റുവൻസ് എത്രയാണെന്ന് അറിയാം, പെർസെന്റേജ് ഓഫ് സെല്ലുലാർ മാസ് വെച്ച് കോമ്പണൻസ് കണ്ടപ്പോ ഒരു ടേബിൾ കണ്ടിരുന്നു. ആ കോമ്പണൻസും അതിന്റെ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സെല്ലുലാർ മാസ്, അത് ഓരോന്നിനും എത്രയാണുള്ളതെന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഇതെങ്ങനെ ചോദിക്കാം? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനോ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനോ ചോദിക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ കണ്ടത് വാട്ടർ എത്ര ശതമാനമായിരിക്കും? 70 to 90% ഓഫ് എ സെൽ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിൽ വാട്ടർ ആണെന്ന് കാണാൻ പറ്റും. ഇനി പ്രോട്ടീൻസ് ആണെങ്കിൽ പ്രോട്ടീൻസ് എടുത്ത് നോക്കിയാൽ അത് 10-15% വരെ പ്രോട്ടീൻസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി ന്യൂക്ലിക് ആസിഡ് എടുത്ത് നോക്കിയാൽ അത് എത്ര ഉണ്ടാവും? 5 to 7%. ഇനി കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ 3%. ലിപ്പിഡ് ബാക്കി 2%. ഇനി ഒരു 1% കൂടി ബാക്കിയുണ്ട്. ആ 1% ഇസ് ബൈ അയൺസ്. അപ്പൊ ഈ കോമ്പോസിഷൻ എത്രയാന്നുള്ളത് ഒരു സെല്ലില് എടുത്തു നോക്കിയാൽ എത്രയാന്നുള്ളത്
ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതെന്തായാലും അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചോദിച്ചാൽ ഈസിയസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ, ഒരു ബുദ്ധി പോലും ഉപയോഗിക്കാൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നോക്കിയപ്പോ മോസ്റ്റ് അബണ്ടന്റ് കോമ്പണന്റ് എന്താണെന്നാണ് മനസ്സിലായത്? ഓപ്ഷൻ ബി, വാട്ടർ. ഇനി അതിന്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് മാറ്ററിൽ അബണ്ടൻസ് ഓഫ് വാട്ടർ ഉണ്ട് നമുക്കറിയാം. ആൻഡ് നമ്മുടെ സെൽ മെംബ്രെയിന്റെ അക്രോസ് പാസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ഓൺലി പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത് എന്താണ്? അതും വാട്ടർ തന്നെയാണ്. ഈവൻ വിത്തൗട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി വേരിയസ് മെറ്റബോളിക് റിയാക്ഷൻസിനായാലും എന്തിന്റെ പ്രോസസ്സിനായാലും ഏത് വേണം? വാട്ടറിന്റെ ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ് പ്ലാന്റ്സിന് നടക്കുന്ന ഫോട്ടോസിന്തസിസ്. അതിന്റെ വൺ ഓഫ് ദ റോ മെറ്റീരിയൽസ് തന്നെ H2O ആണ്. ഇനി സെൽ എടുത്ത് നോക്കിയാൽ സെല്ലിൽ പല ബയോമോളിക്യൂൾസ് കാണാം. അതിന്റെ ഓരോന്നിന്റെ ഞാൻ ഇത് കോമ്പോസിഷൻ എത്ര വരുന്ന ഓൾറെഡി പറഞ്ഞു, അത് അറിഞ്ഞിരിക്കുക. ഇനി ആവറേജ് കോമ്പോസിഷൻ നമ്മൾ എത്ര കണ്ടു? ഓരോന്നും അറിഞ്ഞിരിക്കുക. ഇനി 2% ലിപ്പിഡും 1% അയണും ഇത് കൂടാണ്ടും അറിഞ്ഞിരിക്കുക. അപ്പൊ വാട്ടർ എടുത്ത് നോക്കിയാൽ വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ എത്രയായിരിക്കും? അബൌട്ട് 70 to 90% ഉള്ളതുകൊണ്ട് മോസ്റ്റ് അബണ്ടന്റ് നമുക്ക് ഉറപ്പിച്ച് എന്താന്ന് പറയാൻ പറ്റും? നമുക്ക് വാട്ടർ തന്നെയാണെന്ന് പറയാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. A homopolymer has only one type of building block. അതായത് ഹോമോ അതായത് അതൊരു പോളിമർ ആണ്. ആ പോളിമറിൽ പല കോൺസ്റ്റിറ്റ്യുവൻസും ഉണ്ടാവും കമ്പോസ് ചെയ്യാൻ വേണ്ടി. കമ്പോസ് ചെയ്യുന്ന ഓരോ യൂണിറ്റും എങ്ങനെയായിരിക്കും? സെയിം ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ 1 ടൈപ്പ് ആയിരിക്കും. ആൻഡ് അത് n നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോളിമർ കിട്ടി. ആൻഡ് സിംഗിൾ ടൈപ്പ് ആണെങ്കിൽ ഹോമോ പോളിമർ കിട്ടി എന്ന് പറയാൻ പറ്റും. ഇനി മോർ ദൻ 1 ടൈപ്പ് ആണെങ്കിൽ, മോർ ദൻ 1 ടൈപ്പ് ഓഫ് മോണോമർ ആണെങ്കിൽ പോളിമർ ആണ് എനിവേസ്, പക്ഷെ അതിന്റെ ടൈപ്പ് മോർ ദൻ 1 പല ടൈപ്പ് ഉള്ളതുകൊണ്ട് ഹെറ്ററോ പോളിമർ നമുക്ക് പറയാൻ പറ്റും. ഇനി ബേസിക്കലി നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്? ഹെറ്ററോ പോളിമേഴ്സ് ആണ്. കാരണം എന്താണ്? അവരിൽ ഒരേ ടൈപ്പ് മോണോമർ മാത്രമല്ല പല ടൈപ്പ് മോണോമേഴ്സും നമുക്ക് കാണാൻ പറ്റും ജോയിൻ വിത്ത് ഈച്ച് അതർ. ഇനി പ്രോട്ടീൻസ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് പ്രോട്ടീൻസിൽ നമ്മൾ യൂഷ്വലി എടുത്താല്, അതായത് എന്തുകൊണ്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്? അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മോണോമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അമിനോ ആസിഡ്സ്. ഇനി നമുക്ക് എത്ര ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ടെന്നാണ് നമ്മുടെ NCERT പറയുന്നത്? അറൌണ്ട് 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്. അതായത് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന അറൌണ്ട് 20 ടൈപ്സ് ഓഫ് മോണോമേഴ്സ് ഉണ്ടെന്ന് NCERT പറയുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തുവരും? ഓപ്ഷൻ എ, 20 ടൈപ്സ് ഓഫ് മോണോമേഴ്സ്. ഈ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻസ് എന്താണ്? മാക്രോ മോളിക്യൂൾസ് ആണ്. കാരണം എന്താ? കുറെ പോളിമറൈസ് ചെയ്തുണ്ടാകുന്ന ഒരു വലിയ മോളിക്യൂൾ ആണ്. മോണോമർ അല്ല, പോളിമർ ആണ്. അപ്പൊ അതിനെ നമ്മൾ മാക്രോ മോളിക്യൂൾ ആയിട്ട് കണക്കാക്കി. ഇനി ആ മാക്രോ മോളിക്യൂളിൽ 1 or more പോളിപെപ്റ്റൈഡ്സ് ഉണ്ട്. ആൻഡ് അമിനോ ആസിഡ് എന്ന് പറയുന്ന മോണോമറിക് യൂണിറ്റ്സിന്റെ പോളിമറൈസേഷൻ വഴി ഫോം ചെയ്ത്, പെപ്റ്റൈഡ് ബോണ്ട് വഴി ഫോം ചെയ്ത മാക്രോ മോളിക്യൂൾ അല്ലെങ്കിൽ ഹെറ്ററോ പോളിമർ ആണ് നമ്മുടെ പ്രോട്ടീൻ. ഇനി only 20 അമിനോ ആസിഡ്സ് ആർ സ്റ്റാൻഡേർഡ്. ആൻഡ് നമ്മുടെ ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ നടക്കുമ്പോൾ ഈ 20 അമിനോ ആസിഡ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ചെയ്ത് എന്തുണ്ടാക്കുന്നത്? ഹെറ്ററോ പോളിമർ അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വന്നു? 20 ടൈപ്സ് ഓഫ് മോണോമേഴ്സ്, അതായത് ഓപ്ഷൻ എ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. പ്രോട്ടീൻസ് പെർഫോം മെനി ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഫോർ എക്സാമ്പിൾ, സം ഫങ്ഷൻസ് ഇസ് എൻസൈം. വിച്ച് വൺ? സം ഫങ്ഷൻസ് ഇസ് എൻസൈം. നമുക്കറിയാം എൻസൈം മോസ്റ്റ്ലി പ്രോട്ടീനേഷ്യസ് ആണ്. എക്സെപ്റ്റ് ഒരു ന്യൂക്ലിക് ആസിഡ് കൊണ്ടുള്ള എൻസൈം നമ്മൾ കണ്ടിരുന്നു, റൈബോസൈം. അങ്ങനെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ആൻ അഡീഷണൽ ഫങ്ഷൻ ദാറ്റ് സം പ്രോട്ടീൻസ് ഡിസ്ചാർജ്? ഇത് പ്രോട്ടീൻസിന്റെ ചില അഡീഷണൽ ഫങ്ഷൻ ആയിട്ട് നമുക്ക് എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ തോന്നുന്നത്? അപ്പോ ആന്റിബയോട്ടിക്സ് ആണോ? പിഗ്മെന്റ് കോൺഫറിംഗ് കളർ ടു സ്കിൻ ആണോ? പിന്നെന്താ? പിഗ്മെന്റ് മേക്കിംഗ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണോ? ഹോർമോൺസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കറിയാം പ്രോട്ടീൻസ് മോസ്റ്റ്ലി ആ വേർഡ് നോട്ട് ചെയ്യാം. മോസ്റ്റ്ലി എൻസൈംസ് പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് എൻസൈംസ് ആ പ്രോട്ടീനേഷ്യസ് ഇൻ നേച്ചർ. പക്ഷെ ചില ഹോർമോൺസ് ഉണ്ടാക്കാനും, അതായത് ചില ഹോർമോൺസിനും എന്താണ് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇനി അങ്ങനെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഏത് ഹോർമോൺ? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ്? അത് പ്രോട്ടീനേഷ്യസ് ആണ്. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രോട്ടീനേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ പിറ്റ്യൂട്ടറിയിലുള്ള ഗ്രോത്ത് ഹോർമോൺ എടുത്ത് നോക്കിയാലും, ഏത് പാരാ ഹോർമോൺ എടുത്താലും, പാരതൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്ന പാരാ ഹോർമോൺ എടുത്താലും
എങ്ങനെയാണ്? അതും ഒരു പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹോർമോൺ തന്നെയാണ്. ഇനി ബാക്കിയുള്ള കോമ്പണൻസ് ഓപ്ഷൻ തന്ന ആന്റിബയോട്ടിക്സും ഫ്ലവേഴ്സിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ്സും ബാക്കിയുള്ള മെലനിൻ പോലത്തെ, അതായത് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് മെലനിൻ ആണെന്ന് അറിയാലോ, അതും എടുത്തൊക്കെ അവരൊക്കെ എങ്ങനെയാണ്? നോൺ പ്രോട്ടീനേഷ്യസ് ആണ്. ഇതിൽ അപ്പൊ പ്രോട്ടീൻ എന്ന് പറയാൻ, പ്രോട്ടീനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാൻ പോസിബിലിറ്റി ഓപ്ഷൻ ഡി ഹോർമോൺസ്. ഓപ്ഷൻ ഡി ഹോർമോൺസ്. ഓപ്ഷൻ ഡി ഹോർമോൺസ് ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 11th ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ഗ്ലൈക്കോജൻ ഇസ് എ ഹോമോപോളിമർ മെയ്ഡ് ഓഫ്. അപ്പൊ ഗ്ലൈക്കോജന്റെ മോണോമർ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്, ഗാലക്ടോസ് തന്നിട്ടുണ്ട്, റൈബോസ് ആൻഡ് അമിനോ ആസിഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഗ്ലൈക്കോജൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? നമ്മുടെ ആനിമൽസിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു പോളിസാക്രൈഡ് ആണ്. പോളിസാക്രൈഡ് എന്ന് വെച്ചാൽ അത് ഹോമോപോളിമർ ആണ്. കാരണം അതിന്റെ എല്ലാ മോണോമർ യൂണിറ്റ്സും ഒരൊറ്റ ടൈപ്പ് ആണ്, അതായത് സെയിം ആണ്. ആൻഡ് അത് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്ന ആനിമൽസിൽ പ്രസന്റ് ആയിട്ടുള്ള പോളിസാക്രൈഡ് ആണ് ഉള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ഈ ഗ്ലൈക്കോജന്റെ ആരും ലിങ്ക് ചെയ്തിട്ടാണ്, ഏത് ബോണ്ട് വഴിയാണ് ഈ പോളിമർ ഫോം ചെയ്തിരിക്കുന്നത് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഗ്ലൈക്കോജൻ നോക്കിയാൽ α1,4 ലിങ്കേജും α1,6 ബ്രാഞ്ച് പോയിന്റ്സും എല്ലാ 8-12 യൂണിറ്റ്സ് കഴിഞ്ഞും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഒരു ചെറിയ ബ്രാഞ്ച് പോയിന്റും കാണാൻ പറ്റും. അപ്പൊ ഗ്ലൈക്കോജൻ എങ്ങനെയായിരിക്കും? ഗ്ലൈക്കോജൻ എന്ത് യൂണിറ്റ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ ഗ്ലൂക്കോസ് യൂണിറ്റ് കൊണ്ടായിരിക്കും ഗ്ലൈക്കോജൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബ്രാഞ്ചിങ് ഉള്ള പോളിമർ ആണ് ഗ്ലൈക്കോജൻ, അതായത് ബ്രാഞ്ച്ഡ് പോളിമർ ആണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഈ ബ്രാഞ്ച്ഡ് പോളിമറിന് എങ്ങനെയായിരിക്കും? അത് വാട്ടർ സോല്യൂബിൾ ആണ്. അപ്പൊ കീ പോയിന്റ്സ് എന്താണ്? ബ്രാഞ്ച്ഡ് ആണ്, വാട്ടർ സോല്യൂബിൾ ആണ്. ആൻഡ് അതിന്റെ യൂണിറ്റ്സ് എങ്ങനെയാണ്? ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ് അതിന്റെ മോണോമർ യൂണിറ്റ് ആയിട്ട് പറയുക. ആൻഡ് അതിന്റെ ലിങ്കേജ്, അതായത് ബോണ്ടിങ് എങ്ങനെയാണ്? α1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ആൻഡ് ഏതൊക്കെ പോയിന്റിലാണ് ബ്രാഞ്ചിങ് ഉള്ളതെന്ന് വെച്ചാൽ α1,6 ബ്രാഞ്ച് പോയിന്റ്സ് ഉണ്ട് എല്ലാ 8 തൊട്ട് 12 റെസിഡ്യൂവിന്റെ ഉള്ളിലും. ഇനി അടുത്ത വന്നിരിക്കുന്ന ഗാലക്ടോസ് ആയിരുന്നു. ഗാലക്ടോസ് നമ്മൾ എവിടെയാണ് കണ്ടത്? അതും വേറൊരു മോണോസാക്രൈഡ് ആണ് ലൈക്ക് ഗ്ലൂക്കോസ്. ഇനി നമുക്ക് ആകെ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ലാക്ടോസ് ഉണ്ടാവണമെങ്കിൽ ലാക്ടോസിന് ആരും കമ്പൈൻ ചെയ്യണം. ഗാലക്ടോസും ഗ്ലൂക്കോസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് ബൈ കണ്ടൻസേഷൻ റിയാക്ഷൻ, ഒരു വെള്ളം ലൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ബാക്കിയുള്ള ഒരു ഡൈസാക്രൈഡ്, അതായത് ഗാലക്ടോസും ഒരു മോണോസാക്രൈഡ്, ഗ്ലൂക്കോസ് ഒരു മോണോസാക്രൈഡ് ഉണ്ടാവുന്ന ഡൈസാക്രൈഡ് നമ്മുടെ ലാക്ടോസ് ആണ് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ റൈബോസ് എങ്ങനെയാണ്? അതൊരു പെന്റോസ് മോണോസാക്രൈഡ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇനി ഈ റൈബോസ് ഷുഗർ ആണ് നമ്മുടെ DNA-ലും RNA-ലും, അതായത് പോളിന്യൂക്ലിയോടൈഡ്സിന്റെ ബാക്ക് ബോൺ ഫോം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട് ആണ് ബാക്ക് ബോൺ ഫോം ചെയ്യുന്നത്. അതിലുള്ള ഷുഗർ ആണ് നമ്മുടെ 5 കാർബൺ കണ്ടെയ്നിങ് ആയിട്ട്, അതായത് പെന്റോസ് മോണോസാക്രൈഡ് ആയിട്ടുള്ള റൈബോസ്. അപ്പൊ ഗാലക്ടോസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, റൈബോസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അമിനോ ആസിഡ് നമുക്കറിയാലോ എന്താണ്? അമിനോ ആസിഡ് പോളിമറൈസ് ചെയ്തുണ്ടാകുന്ന പ്രോട്ടീൻ ആണ്, അല്ലാണ്ട് ഗ്ലൈക്കോജൻ അല്ല. അപ്പൊ 11th ക്വസ്റ്റ്യന്റെ ആൻസർ എ. ഇനി 12th കടക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് എൻസ് ഇൻ എ ഗ്ലൈക്കോജൻ മോളിക്യൂൾ വിൽ ബി. ഈ ബ്രാഞ്ചിങ്ങും എത്ര നമ്പർ ഓഫ് മോണോമേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതിന്റെ റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു പോളിസാക്രൈഡ് എടുത്തൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു റെഡ്യൂസിങ് എൻഡും ഒരു നോൺ റെഡ്യൂസിങ് എൻഡും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ റെഡ്യൂസിങ് എൻഡ് ഏത് സൈഡിലായിരിക്കും? റൈറ്റ് എൻഡിലായിരിക്കും. ഇനി ലെഫ്റ്റ് എൻഡില് നമ്മൾ എന്തെന്നാ പറയാ? നോൺ റെഡ്യൂസിങ് എൻഡ്. R for R എന്നാണ് ഞാൻ ഓർത്ത് വെക്കുക. ഏത് സൈഡ്, ഏത് എൻഡിലാണ് റെഡ്യൂസിങ് അല്ലെങ്കിൽ നോൺ റെഡ്യൂസിങ് എന്ന് അറിയാം. ഇനി ചോദിച്ചിരിക്കുന്ന എന്താ? ബ്രാഞ്ചിങ് പോയിന്റ്സും മറ്റേന്റെയും റിലേഷൻ എന്താണ്? അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എപ്പോഴും അറിയാം, ഇതിപ്പോ 3 ആൾക്കാരുണ്ട്, അതായത് 3 മോണോമേഴ്സ് ഉണ്ട്. 3 മോണോമേഴ്സിന്
ബ്രാഞ്ചസ് എത്രയായിരിക്കും, അതായത് ബ്രാഞ്ച് പോയിന്റ്സ് അല്ലെങ്കിൽ അതിന്റെ അവർ തമ്മിലുള്ള കണക്ഷൻ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഒരു മിനിറ്റ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് എൻസ് ഇൻ എ ഗ്ലൈക്കോജൻ മോളിക്യൂൾ ആണ്. അപ്പോ നമുക്കറിയാം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഗ്ലൈക്കോജൻ എന്താണ്, ഒരു പോളിസാക്രൈഡ് ആണ്. ആൻഡ് അതിൽ എൻഡ് എത്രയാണെന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. നമുക്കറിയാം ഒരു സൈഡില് ലെഫ്റ്റ് എൻഡും ഒരു സൈഡില് റൈറ്റ് എൻഡും. ആൻഡ് നമുക്കറിയാം ഗ്ലൈക്കോജനിൽ എങ്ങനെയായിരിക്കും? ബ്രാഞ്ചിങ്ങും കാണാൻ പറ്റും. അപ്പോ അതിന്റെ ആൻസർ എന്തുവരും? എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ബ്രാഞ്ചസ് പ്ലസ് 1 ആയിരിക്കും അതിന്റെ എൻഡ്സ്. കാരണം എന്താ? ഇപ്പൊ ഇത് കൺസിഡർ ചെയ്യുക, 3 മോണോമേഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ചിങ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോ ഈ ബ്രാഞ്ചിങ് ഇല്ലായിരുന്നെങ്കിൽ ഇതിന് എത്ര എൻഡാണ് ഉള്ളത്? ഇതിന് 2 എൻഡാണ് ഉള്ളത്. അപ്പോ ബ്രാഞ്ചിങ് ഉള്ളത് കൊണ്ട് ഇതിന് എത്ര എൻഡായി? അതായത് നമ്പർ ഓഫ് ബ്രാഞ്ചിങ് അത് എത്രയാണ്? ഇവിടെ 1 ആണ്. അപ്പോ ആ ബ്രാഞ്ചിങ് പ്ലസ് 1 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? നമ്പർ ഓഫ് എൻഡ്സ് ഇൻ എ ഗ്ലൈക്കോജൻ മോളിക്യൂൾ. അപ്പൊ അതിന് ആൻസർ എന്ത് വരും? ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചസ് പ്ലസ് 1. ഓപ്ഷൻ എ ആയിരിക്കും എന്തിന്റെ ആൻസർ? ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഇതിപ്പോ ഗ്ലൈക്കോജൻ മോളിക്യൂളിന്റെ ചോദിച്ചുകൊണ്ടാണ്. ഇനി ബ്രാഞ്ചിങ് കാണുന്നത് കൊണ്ടാണ് നമ്മുടെ ഇത് ആൻസർ വന്നത്. ഇനി ബ്രാഞ്ചിങ് ഇല്ലാത്ത ഒരു മോളിക്യൂൾ ആണ് തന്നതെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? ബ്രാഞ്ചിങ് ഇല്ല, ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കണമെങ്കിൽ അതിന്റെ ആൻസർ 2 എൻഡേ ഉള്ളൂ. റൈറ്റ് എൻഡിൽ റെഡ്യൂസിങ് എൻഡും ലെഫ്റ്റ് എൻഡിൽ നോൺ റെഡ്യൂസിങ് എൻഡും. ഇവിടെ ഗ്ലൈക്കോജൻ ചോദിച്ചുകൊണ്ടാണ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ബ്രാഞ്ചസ് പ്ലസ് 1 വന്നത്. അപ്പോ ഈ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ബ്രാഞ്ച്ഡ് പോളിസാക്കറൈഡ് ആണ്, മെയ്ഡപ്പ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആണ്, അതിന്റെ തമ്മിൽ ലിങ്കേജ് ആൽഫ 1,4 ലിങ്കേജ് ആണ്, ബ്രാഞ്ച് പോയിന്റ് എങ്ങനെയാണ്? ആൽഫ 1,6 ലിങ്കേജ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. ഇനി 13th ക്വസ്റ്റ്യൻ, ദ പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ മോളിക്യൂൾ ഹാസ്. അപ്പോ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്താന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നമുക്കറിയാം പ്രോട്ടീന് വേരിയസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിൽ പ്രൈമറി സ്ട്രക്ചർ നമ്മൾ എന്താണ് വേണ്ടത്? ജസ്റ്റ് ഒരു സ്ട്രേറ്റ് ചെയിൻ, അതായത് നമുക്ക് പ്രോട്ടീനിന് അമിനോ ആസിഡ് പോളിമറൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അമിനോ ആസിഡിനെ നമ്മൾ എൻ ടെർമിനൽ എന്ന് വിളിച്ചു, ലാസ്റ്റ് അമിനോ ആസിഡിനെ നമ്മൾ സി ടെർമിനൽ എന്ന് വിളിച്ചു. അങ്ങനെ നമ്മളൊരു പ്രോട്ടീൻ ഒരു ലൈൻ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എത്ര എൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും? ഒരു എൻ ടെർമിനലും ഒരു സി ടെർമിനലും. അപ്പോ ഇതിലിപ്പോ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബ്രാഞ്ചിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലീനിയർ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്. ലീനിയർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ലൈൻ പോലെ, അതായത് ബ്രാഞ്ചിങ് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ എക്സ്ട്രാ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് എത്ര എൻസ് ആയിരിക്കും? 2 എൻസ് ആയിരിക്കും നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ വയ്ക്കും നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? 13th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ 2 എൻഡാണ് ഏതിനുള്ളത്? നമ്മുടെ പ്രോട്ടീൻ മോളിക്യൂളിന് ഉള്ളത്. ഇനി 14th ക്വസ്റ്റ്യൻ, എൻസൈംസ് ആർ ബയോ കാറ്റലിസ്റ്റ്, ദേ കാറ്റലൈസ് ബയോകെമിക്കൽ റിയാക്ഷൻസ്. ബയോകെമിക്കൽ റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്നതിനെ നമുക്ക് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇൻ ജനറൽ നമുക്കറിയാം എന്ത്, ഈ കാറ്റലിസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ റിയാക്ഷന്റെ നോർമൽ ആക്ടിവേഷൻ എനർജി അവർ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് കൂടുതൽ എനർജിയിലേക്ക് ഉയരേണ്ട ആവശ്യമില്ല കാറ്റലിസ്റ്റിലൂടെ. അപ്പൊ അത് പെട്ടെന്ന് കൺവേർഷൻ നടക്കും. അങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻസിനെ സ്പീഡ് അപ്പ് ചെയ്യുന്നത് കാറ്റലിസ്റ്റ്. ഇനി കുറെ എൻസൈം മീഡിയേറ്റഡ് കെമിക്കൽ പ്രോസസ്സിന് റിയാക്ഷൻസിനൊക്കെ നമ്മൾ ഓൾറെഡി പല പല ചാപ്റ്റേഴ്സ് ആയിട്ട് കണ്ടതാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ബയോളജിക്കൽ സിസ്റ്റത്തില് ഏത് റിയാക്ഷൻ ആണ് എൻസൈം മീഡിയേറ്റഡ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എൻസൈം മീഡിയേറ്റഡ് അല്ലാത്ത ഇതിലുള്ള തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ തന്നിരുന്നതിൽ CO2 വാട്ടർ ഡിസോൾവ് ചെയ്യാം. ഓപ്ഷൻ ബി തന്നിരിക്കുന്ന എന്താ? അൺവൈൻഡിങ് ദ 2 strands ഓഫ് DNA. അതായത് DNA രണ്ടും തമ്മിൽ എന്തുണ്ട്? നമുക്കറിയാം ബോണ്ടിങ് ഉണ്ട്. അത് പൊട്ടിച്ചെടുത്ത് അൺവൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അൺട്വൈൻ ചെയ്യാന്ന് പറയാൻ പറ്റും. ഇനി ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ്. ഇനി ഡി തന്നിരിക്കുന്ന ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. ഇത് ആക്ച്വലി ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൽ ഏതാണ്? നമുക്കറിയാം DNAയുടെ 2 strands ജോയിന്റ് ആണ് ഏത്? ബോൺസ് വഴി. അതിനെ നമുക്ക് പൊട്ടിക്കണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം എന്ത് ആവശ്യമുണ്ട്? ആക്ടിവേഷൻ എനർജി കുറക്കാൻ
നമ്മുടെ കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ ബയോടെക്നോളജിയിലും അങ്ങനെ സ്ട്രാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കാറ്റലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ്. കാരണം എന്താ, ബയോളജിക്കൽ സിസ്റ്റത്തിലും സെയിം ആണ് നടക്കുന്നത്. ഇനി ബാക്കിയുള്ള 3 എങ്ങനെയാണ് നമുക്ക് കാറ്റലിസ്റ്റ് ആവശ്യമാണ്, എക്സെപ്റ്റ് dissolution of CO2 in water. കാരണം എന്താ, അത് എൻസൈം ഇല്ലാണ്ടും എവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ നേച്ചറിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം. കാരണം എന്താ, സംടൈംസ് ഈ ഇന്റർ കൺവേർഷൻ നമ്മൾ കാർബോണിക് അൻഹൈഡ്രേറ്റ്സ് യൂസ് ചെയ്യുമെങ്കിലും ആ റിയാക്ഷൻ നടക്കാൻ ജനറലി എൻവയൺമെന്റിൽ നടക്കുമ്പോൾ കാർബോണിക് അൻഹൈഡ്രേറ്റ്സ് ആബ്സെന്റ് ആണ്. അപ്പൊ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻസൈം പോലും നമ്മുടെ ഏത് റിയാക്ഷൻ നടക്കാം, ഡിസോൾവിംഗ് ഓഫ് CO2 ഇൻ വാട്ടർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ MCQs 14 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, മെഡിസിൻസ് ആർ ഈതർ മാൻമെയ്ഡ്, അതായത് സിന്തറ്റിക്, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസം പ്ലാന്റോ ബാക്ടീരിയോ ആനിമൽസിനോ ഡയറക്ട്ലി ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ആൻഡ് ബാക്കിയുള്ളത് എങ്ങനെയാ, നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. സംടൈംസ് ഈ നാച്ചുറൽ പ്രോഡക്ട്സ് എടുത്ത് നമ്മൾ മാൻ എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ വഴി എന്ത് ചെയ്യും, ചെറുതായിട്ട് കെമിക്കലി ഓൾട്ടർ ചെയ്യും ടു റെഡ്യൂസ് ടോക്സിറ്റി അല്ലെങ്കിൽ സൈഡ് ഇഫക്ട്സ്. ഡയറക്റ്റ് നാച്ചുറൽ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അതിങ്ങനെ ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യുന്നു ലബോറട്ടറി കണ്ടീഷൻസിൽ. ഇനി 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇനിഷ്യലി ഒബ്റ്റെയിൻഡ് ആണോ, നാച്ചുറൽ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തതാണോ, അല്ലെങ്കിൽ സിന്തറ്റിക് കെമിക്കൽ ആണോ എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കാൻ. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് എന്താ, പെനിസിലിൻ. നമുക്കറിയാം പെനിസിലിൻ എന്താണ്, ഒരു ആന്റിബയോട്ടിക് ആണ്. ആൻഡ് ആന്റിബയോട്ടിക് ആണെങ്കിൽ അത് എവിടെ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ പലതവണ പഠിച്ചാണ്. പെനിസിലിയം ഫംഗസ് ഗ്രൂപ്പിലെ ഒരാളായ പെനിസിലിയത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ആന്റിബയോട്ടിക് ആയ പെനിസിലിൻ. നമ്മൾ പഠിച്ചാണ് സെറൻഡിപ്പിറ്റി, അതായത് ആക്സിഡന്റൽ ഡിസ്കവറി ആയിരുന്നു. കാരണം എന്താ, അലക്സാണ്ടർ ഫ്ലെമിംഗ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില പെട്രി ഡിഷസിൽ ഈ മോൾഡ് വന്നതുകൊണ്ട് അവിടെയുള്ള ബാക്ടീരിയ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കണ്ടുപിടിച്ചതുകൊണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഫംഗസിന്റെ പ്രസൻസിൽ ബാക്കിയുള്ള ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ബാക്ടീരിയ ചാവുന്നുള്ളത്. അപ്പൊ അങ്ങനെ അയാൾ കണ്ടുപിടിച്ചാണ് ആന്റിബയോട്ടിക് ആയിട്ട് നമ്മുടെ പെനിസിലിൻ. അപ്പോ പെനിസിലിൻ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷന് ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തത്, ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. അതായത് ഒരു ഫംഗസിൽ നിന്ന്, അതായത് ആസ്കോമൈസി ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഫംഗസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആയിരുന്നു. ഇനി സെക്കൻഡ് വന്നിരിക്കുന്നത് എന്താ, സൾഫനമൈഡ്. സൾഫനമൈഡിനെ നമ്മൾ എന്ത് തന്നെ വിളിക്കുന്നത്, സൾഫ ഡ്രഗ്സ്. സൾഫ ഡ്രഗ്സ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, സിന്തറ്റിക് ആന്റിബയോട്ടിക് ആണ്. ഇതും പെനിസിലിൻ പോലെ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയനെ നിർത്തുന്നതാണ്. എങ്ങനെ, ബൈ ഇന്റർഫിയറിംഗ് വിത്ത് സിന്തസിസ് ഓഫ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് നമുക്കറിയാം DNA ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ DNA ഫോളിക് ആസിഡ് ആവശ്യമുണ്ട്. അപ്പോ ഈ സിന്തസിസ് ഇല്ലാണ്ടാക്കിയാൽ നമ്മുടെ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയം അതേപോലെ ഇല്ലാണ്ടാവും. അപ്പൊ സൾഫനമൈഡ് അല്ലെങ്കിൽ സൾഫ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഡിസ്കവറി ആയിരുന്നു. ഇനി വൈറ്റമിൻ സി അല്ലെങ്കിൽ എസ്കോർബിക് ആസിഡ് എങ്ങനെയാണ്, അത് നേച്ചറിൽ കാണുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ആൻഡ് നമുക്ക് അറിയുകയും ചെയ്യും, വൈറ്റമിൻ സി നമുക്ക് ബോഡിയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് കഴിച്ചാൽ മതി, സിട്രസ് ഫ്രൂട്ട്സോ ചില വെജിറ്റബിൾസോ മറ്റോ കഴിച്ചാൽ നമുക്ക് ഡയറക്ട്ലി ഇൻടേക്കും അങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, വൈറ്റമിൻ സി ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ഇനി ഗ്രോത്ത് ഹോർമോൺ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ എങ്ങനെയാണ്, അതും അഗൈൻ ഒരു നാച്ചുറൽ ഹോർമോൺ ആണ്. കാരണം എന്താ, നമ്മുടെ ബോഡിയിലൊക്കെ നാച്ചുറലി സിന്തസൈസ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. ഇനി ആരാണ് സിന്തസൈസ് ചെയ്യുന്നതിൽ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അഡെനോ ഹൈപ്പോഫൈസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി നമ്മുടെ ബോഡി റിക്വയർമെന്റ്സിനനുസരിച്ച് സിഗ്നലിംഗ് അനുസരിച്ച് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കുന്നു. ആൻഡ് അത് നമ്മുടെ മെറ്റബോളിസം കാര്യങ്ങളൊക്കെ ഗ്രോത്തും എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ഇനി മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നു, ആൻഡ് ഫാറ്റും ബോഡി ഫാറ്റിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ആൻഡ് റെഡ്യൂസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് എഴുതാൻ പറ്റും, പെനിസിലിൻ വാസ് എ നാച്ചുറൽ പ്രോഡക്റ്റ്. ഇനി സൾഫനമൈഡ് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ്, അതൊരു കെമിക്കൽ എന്നല്ല സിന്തറ്റിക് എന്നാണ് പറയുന്നത്, സിന്തറ്റിക് ആയിട്ടുള്ളൊരു മാൻ മെയ്ഡ് സാധനമായിരുന്നു. ഇനി വൈറ്റമിൻ സി അഗൈൻ നാച്ചുറൽ ആണ്. ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇത്രയാണ് അറിഞ്ഞിരിക്കുന്നത്. ഇനി വെരി ഷോർട്ട് ആൻസർ ടൈപ്പിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്ന്
ഇത്രയും കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.